കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് താമരശ്ശേരിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ ജനകീയ പ്രതിരോധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി കണ്ണൂർ റേഞ്ച് ഡിഐജി GS യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ലിൻഡോ ജോസഫ് MLA പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന യാതൊരുവിധ ലഹരി വസ്തുക്കളും സ്വന്തമായോ മറ്റാരുടെയെങ്കിലും പ്രേരണയാലോ ഒരിക്കലും ഉപയോഗിക്കില്ലെന്നും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗ കേസുകളും അക്രമ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധ കൂട്ടായ്മ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 2 മാസം നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 408 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 425ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഈ ഓപ്പറേഷനിലൂടെ 106 ഗ്രാം MDMAയും 10,000ഓളം ഗ്രാം കഞ്ചാവും 343ഓളം കഞ്ചാവ് ബീഡികളും 14.77 ഗ്രാം മെത്താഫെറ്റമിനും 1.8 ഗ്രാം ബ്രൗൺ ഷുഗറും അടക്കമുള്ള മാരക ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. സ്ഥിരം ലഹരി വിൽപ്പനക്കാരായ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും കാപ്പ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കുവാനും സാധിച്ചു. താമരശ്ശേരി പരപ്പൻപോയിൽ ഹൈലാൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുക്കം മുനിസിപ്പൽ ചെയർമാൻ PT ബാബു, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ ആദർശ് ജോസഫ്, ബിന്ദു ജോൺസൺ, പ്രേംജി ജെയിംസ്, നജുമുന്നീസ, അലക്സ് തോമസ്, സാജിദത്ത് CK, അയൂബ് ഖാൻ, മറ്റു ജനപ്രതിനിധികളും സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.